അങ്ങനെ നമ്മുടെ ബിഗ് ബോസിൻ്റെ ടിക്കറ്റ് ഫിനാലെയൊക്കെ അതിഗംഭീരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ബിഗ് ബോസ് ഒരുപാട് അടി ബഹളമൊന്നും പ്രതീക്ഷിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ടാസ്കിനിടയിൽ മാത്രം എന്തെങ്കിലും സംഭവിച്ചാൽ ഒരു വാക്കേറ്റം അല്ലെങ്കിൽ ഒരു 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 എന്താ പറയുക വെല്ലുവിളി, അത് ടാസ്കിനിടയിൽ സംഭവിച്ചാൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് അവിടെ ഇനി ഒരു വാശി വൈരാഗ്യം അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവത്തില്ല. ബിക്കോസ് ആ പരിപാടി തീർന്നു. ഈ ടിക്കറ്റ് ഫിനാലെ കഴിയുന്നതോടുകൂടി തന്നെ എല്ലാവരുടെയും ആ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള താറടിക്കൽ അല്ലെങ്കിൽ ചെളിവാരി എറിയൽ അതൊക്കെ ഓൾമോസ്റ്റ് തീരേണ്ടതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ സീസണിലും അങ്ങനത്തെ ഒരു സമയം ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൽ കുറേ ഫൺ മൊമെന്റ്സ് ബിഗ് ബോസ് ഇങ്ങനെ ഉൾപ്പെടുത്തിയത്. ഇപ്പോൾ തുടക്ക സമയത്ത് തന്നെ കിച്ചണിലെ കുറച്ച് ആക്ടിവിറ്റീസ് കാണിക്കുന്നുണ്ട്, നെവിൻ്റെയും കാര്യങ്ങളൊക്കെ. ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് എപ്പിസോഡ് തീരാൻ വേണ്ടി പോയ സമയത്ത് അനീഷ് ഉൾപ്പെടെ, സാധാരണ അവിടെ എല്ലാവരുടെ അടുത്തു നിന്നും മാറി ഒറ്റയ്ക്ക് ഗെയിം കളിക്കുന്ന അനീഷ് മാത്രമാണ്, പക്ഷേ അനീഷ് ഉൾപ്പെടെ എല്ലാവരും നോക്കുമ്പോഴത്തേക്ക് ഒരു ഫൺ പരിപാടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയും ചിരിയും തമാശയൊക്കെ. അക്ബർ, ആര്യൻ, ആദില, നൂറ, അനുമോൾ, അനീഷ്, ഷാനവാസ് എല്ലാവരും, ആ ഹൗസിലുള്ള സാബുമാൻ, നെവിൻ, എല്ലാവരും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൺ പരിപാടിയൊക്കെ ഒപ്പിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ബിഗ് ബോസിന്റെ ആ ഒരു വൈബിനൊപ്പം നമ്മളും ചേരുക എന്നുള്ളതാണ്. കാരണം ഇനി അടിയിടി ബഹളവും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ടാസ്ക് പ്ലസ് കുറച്ച് നല്ല നല്ല മുഹൂർത്തങ്ങൾ ഇങ്ങനെ ആയിരിക്കാം ബിഗ് ബോസും ഒരു പക്ഷേ പ്രതീക്ഷിക്കുന്നതും. അല്ലെങ്കിൽ ഇനി അതിൻ്റെ അകത്ത് വലിയ അടിയിടി ബഹളം വന്നു കഴിഞ്ഞാൽ അതൊക്കെ കോംപ്രമൈസ് ചെയ്യാൻ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. സോ ഇനി അങ്ങനെയായിരിക്കും ബിഗ് ബോസിന്റെ ഓരോ എപ്പിസോഡ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. ടിക്കറ്റ് ഫിനാലെ പ്ലസ് കുറച്ച്, കാരണം നമ്മളെല്ലാവരുമായിട്ട് അടുത്ത് കഴിഞ്ഞു. ഇപ്പോൾ അതിനകത്തുള്ള 9 പേരുമായിട്ട് നമ്മളൊരു അറ്റാച്ച്മെന്റിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി അത് വെച്ചിട്ടായിരിക്കും മുന്നോട്ട് പോകാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ടിക്കറ്റ് ഫിനാലയിലെ പെർഫോമൻസിന്റെ കാര്യത്തിൽ എടുത്തു പറയേണ്ടത് നൂറയുടെ പെർഫോമൻസ് ഉണ്ട്. നൂറ എനിക്ക് തോന്നുന്നു ടാസ്കിലൊക്കെ നന്നായിട്ട് തന്നെ നൂറ പെർഫോം ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ ഉൾപ്പെടെ നമ്മളിൽ പല ആൾക്കാരും പ്രതീക്ഷിച്ചിരുന്നത് ആര്യൻ, സാബുമാനൊക്കെ ആയിരിക്കും ഏറ്റവും ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യുക. നൂറയുടെ ഒരു ബെസ്റ്റ് പെർഫോമൻസ്, കാരണം അതിലേക്കാൾ നന്നായിട്ട് നൂറ പെർഫോം ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ ഒരു 3 ടാസ്ക് കഴിയുമ്പോഴത്തേക്കും നൂറയുടെ പെർഫോമൻസ് ഗംഭീരം എന്ന് തന്നെ പറയേണ്ടി വരും. ആ എൻഡ്യൂറൻസ് ടാസ്കിലാണെങ്കിൽ തന്നെ നൂറ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വരുന്ന ഇന്നുണ്ടായിരുന്ന 2 ടാസ്കിലും നൂറ അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. അത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് മോശമായി പോകും. പിന്നെ ഇന്നത്തെ എപ്പിസോഡിലെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും ഫസ്റ്റിൽ തന്നെ കിച്ചണിലെ ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ ഈ ക്യാപ്റ്റന്മാർ 3 പേരും അവർക്കിടയിൽ 3 അഭിപ്രായങ്ങൾ വരികയും ബിഗ് ബോസ് ഈ 3 ക്യാപ്റ്റന്മാരെ വെച്ച് തന്നെ 3 അഭിപ്രായങ്ങൾ വന്ന് ഈ ആഴ്ച അങ്ങനെ ഒരു കോണ്ടന്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ക്യാപ്റ്റന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്ന് ഒരു തമ്മിത്തല്ല് ഉണ്ടാവണം. കാരണം അതൊരു കോണ്ടന്റ് ആയിട്ട് മാറും. ഇപ്പോൾ നെവിൻ എന്ന് പറയുന്ന ഒരാളെ സംബന്ധിച്ചോളം നെവിന് ചില കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നെവിൻ പെട്ടെന്ന് പിണങ്ങി കളയും, ദേഷ്യപ്പെട്ട് കളയും. അങ്ങനെയുള്ള പരിപാടിയൊക്കെ ഉണ്ട്. ആദ്യമാണെന്നുണ്ടെങ്കിൽ എല്ലാം ഓപ്പൺ ആയിട്ട് പറയും. അങ്ങനെയുള്ള കുറച്ച് പ്രത്യേകതകൾ ഓരോരുത്തർക്കും ഉണ്ട്. അക്ബർ ആണെങ്കിൽ തന്നെയും പോയിന്റ് ബൈ പോയിന്റ് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ എല്ലാവർക്കും ഈ ഒരു ക്യാരക്ടർ ഉള്ളതുകൊണ്ടേ 3 പേരും കൂടെ ഒരുമിച്ച് ക്യാപ്റ്റൻ ആയിക്കുമ്പോഴത്തേക്കും അവർക്കിടയിൽ ഒരു തർക്കം ഉണ്ടാവുമെന്ന് ബിഗ് ബോസിന് തോന്നിയിട്ടുണ്ടാവും. പക്ഷേ ഇതുവരെ തർക്കമൊന്നും വന്നിട്ടില്ല. ഇന്ന് രാവിലെ കിച്ചണിലൊരു സംഭവം കാണിക്കുന്ന സമയത്ത് കിച്ചണിൽ പാചകം ചെയ്യുന്ന പറയുന്ന ഒരുപാട് മുഷിച്ചിലുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ രാവിലെ തന്നെ ഈ ക്യാപ്റ്റന്മാർ കാണിച്ചിരുന്ന ഒരു പ്രശ്നം, അത് മിക്കവാറും ജയിൽ നോമിനേഷൻ അത് വലിയ ചർച്ചയാകാൻ ചാൻസ് ഉണ്ട്. കാരണം ഫുഡ് അനാവശ്യമായിട്ട് ഉണ്ടാക്കി വേസ്റ്റാക്കി കളയുന്നു, അതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചില്ല എന്നുള്ളത് ഷാനവാസും ആദിലയും കൂടെ സംസാരിക്കുന്നുണ്ട്. അവർ തന്നെ പറയുന്നുണ്ട് ജയിൽ നോമിനേഷനിലേക്കുള്ള ഒരു ടോപ്പിക് ആയല്ലോ എന്ന് അവർ പറയുന്നുമുണ്ട്. അപ്പം മിക്കവാറും അത് വലിയ ചർച്ചാ വിഷയമാകുകയും അതിൻ്റെ പേരിൽ ഒരു അടി ഉണ്ടാക്കാനുള്ള ചാൻസ് മാത്രമല്ല, രാവിലെ ആര്യനും നെവിനും കൂടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട് ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തിനകത്ത്. അത് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ആ അഭിപ്രായ വ്യത്യാസം കുറച്ചുകൂടെ കൂടി കഴിയുമ്പോഴത്തേക്കും ക്യാപ്റ്റന്മാർക്കിടയിലുള്ള ഒരു ചെറിയ വഴക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഒരു പ്രസ് മീറ്റ് വെച്ചു. ആ പ്രസ് മീറ്റിനകത്ത് എല്ലാവരും സംസാരിക്കുന്നുണ്ട്. അതിനകത്ത് എനിക്ക് എടുത്ത് പറയാനായിട്ട് തോന്നിയത് അനീഷിൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അനീഷിന് അനുമോളോട് ക്രഷ്, ആ സാധനം നൈസായിട്ട് വർക്കൗട്ടായി. ഇപ്പോൾ ജിസേലിൻ്റെ കാര്യം പറയുന്നുണ്ട്, ജിസേലിനാണ് ഏറ്റവും അധികം പറയുന്നത്. അപ്പം ജിസേലുമായിട്ടുള്ള ഒരു സംഭവം നമുക്ക് കേൾക്കുമ്പോൾ തന്നെ കൊള്ളാമല്ലോ എന്നൊരു തോന്നുന്നുണ്ട്. കാരണം കണ്ണാൻ തുമ്പി പോരാമെന്നൊക്കെ പറയുന്ന സാധനം നമ്മൾ ഓൾറെഡി കണ്ട സാധനമാണ്. പക്ഷേ പിന്നീട് ജിസേലിനകത്തില്ലല്ലോ. പക്ഷെ അനുമോളുടെ കാര്യം പറഞ്ഞപ്പോൾ അനുമോളുമായിട്ട് വീക്കെൻഡ് എപ്പിസോഡിൽ നമ്മളിങ്ങനെ മേക്കപ്പ് ഒക്കെ ചെയ്ത് വരുമ്പോഴത്തേക്ക് അനുമോളുടെ ക്രഷൊക്കെ തോന്നിയിട്ടുള്ള രീതിയിൽ അനീഷ് സംസാരിച്ചപ്പോഴത്തേക്കും പിന്നെ അനുമോളത് ഏറ്റെടുത്തു എന്നുള്ളതാണ്. അത് അനുമോൾ നൈസായിട്ട് അത് ആ പരിപാടി ചെയ്തു. ബിക്കോസ് കുറച്ച് നേരം കഴിഞ്ഞ് ഷാനവാസായിട്ടുള്ള ആ ഒരു ടോക്കിനിടയിൽ അനീഷ്, അനുമോൾ, ഷാനവാസ് ആ ഒരു സംഭവം അവർ നൈസായിട്ട് സംസാരിക്കുന്നുണ്ട്. ആ ഒരു പാല് കൊണ്ട് കൊടുക്കലും പങ്കുവെക്കലിൻ്റെ കാര്യവും പാല് പങ്കുവെക്കുന്ന കാര്യവും ഫുഡ് പങ്കുവെക്കുന്ന കാര്യവും ആദില വരുന്നു തകടിക്കുന്നു, അനീഷ് നൈസായിട്ടത് അനുമോളുടെ ഒരു കാര്യം എടുത്തിടുന്നു. ആ ഒരു കോംബോ അത് ഇന്ന് മാത്രം ഉണ്ടായ പരിപാടിയാണ്, നാളെ അത് കാണത്തുമില്ല. പക്ഷെ ആ ഒരു അനുമോൾ അനീഷ് സാധനം അത് നൈസാണ്. നമ്മൾ കണ്ടപ്പോൾ നമുക്ക് നല്ല ഒരു രസമുണ്ടായിരുന്നു, കണ്ടിരിക്കാനായിട്ട് ഭയങ്കര രസമൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. നാളെ ചിലപ്പോൾ ഒരു അടിപിടി ഉണ്ടാക്കുകയും ചെയ്യുമായിരിക്കും. പക്ഷെ അത് കാണുമ്പോഴത്തേക്കും നമുക്കൊരു
ഒരു വൈബ് ഉണ്ടായിരുന്നു ആ മൊമെന്റ്സ് കാണാനായിട്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇനി നമുക്ക് ഇതേപോലുള്ള കുറച്ച് നല്ല മൊമെന്റ്സ് ആയിരിക്കും ഉണ്ടാവാൻ ചാൻസ് ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഈ ഒരു പ്രസ് മീറ്റിൽ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടെ അവിടെ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് നെവിൻ വന്നിട്ട്, നെവിന് ഒരിക്കലും അനുമോളെ ഊക്കാനായിട്ട് ചാൻസ് കിട്ടിക്കുന്ന നെവിൻ വിടത്തില്ല എന്ന് പറഞ്ഞ പോലെയാണ്. കാരണം നെവിൻ സംസാരിക്കുമ്പോഴത്തേക്കും അനുമോൾ എന്ന ഗെയിമർ എന്ന് പറയാൻ പറ്റില്ല, അനുമോൾ എന്ന ഒരു കണ്ടസ്റ്റന്റ് എന്ന് മാത്രമാണ് പറയുന്നത്. അനുമോൾ ഗെയിമർ അല്ല എന്ന് അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഒരു മോറൽ പോലീസ് എന്ന് ആരും പറയുന്നുണ്ട് അനുമോളെ പറ്റി. കാരണം അനുമോൾ അവിടെ ഒരു മോറൽ പോലീസായിട്ട് പലപ്പോഴും ഇവിടെ സംസാരിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം പറഞ്ഞു വെക്കുന്നുണ്ട്. അത് ആരിനും അക്ബറും നെവിനും അനുമോളെ ഊക്കാൻ കിട്ടുന്നൊരു ചാൻസ് അവർ വെറുതെ വിടത്തില്ല. ബിക്കോസ് അത് ചെയ്തിട്ടുണ്ട്. കാരണം നെവിന് നല്ല ഗ്രഡ്ജ് ഉണ്ട്. ആരിനാണെങ്കിൽ തന്നെ ആരിൻ്റെ കാര്യത്തിൽ അനുമോള് പറഞ്ഞൊരു കാര്യം മനസ്സിൽ നിന്ന് ഒരിക്കലും പോകില്ല. ഇപ്പോൾ റീസെൻ്റ്ലി അക്ബറിൻ്റെ കാര്യത്തിൽ അതും എടുത്ത് സംസാരിക്കുന്നുണ്ട്. അനുമോളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അക്ബറിൻ്റെ അടുത്ത് പറഞ്ഞിരുന്ന ആ കാര്യം ജാക്കി വെക്കുക എന്നുള്ളൊരു പരാമർശം, അങ്ങനെയാണല്ലോ അനുമോൾ ഉദ്ദേശിച്ചത്. അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല. അപ്പോൾ അനുമോള് നൈസായിട്ട് കൈകഴുകുന്നുണ്ട്. അതായത് ടാസ്കിനിടയിൽ പറഞ്ഞൊരു കാര്യം മാത്രമാണ് ആരും തള്ളി അക്ബറിൻ്റെ അവിടെ പോയി ഇടിച്ചു, ഇതാണ് മറ്റാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വെളുപ്പിക്കൽ പരിപാടി പ്ലസ് കൈകഴുകൽ പരിപാടി അനുമോൾ അവിടെ ചെയ്ത് വെക്കുന്നുണ്ട്. അതായത് ആ പരാമർശം തെറ്റായി പോയി എന്ന് അനുമോൾക്ക് തോന്നിയിട്ടുണ്ടെന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓൾറെഡി അക്ബറിൻ്റെ അടുത്ത് അനുമോൾ സോറി കൂടെ പറഞ്ഞിട്ടുണ്ടെന്ന് അക്ബർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അനുമോൾ സോറി പറയുന്നതിന് ഫുട്ടേജ് നമ്മൾ കണ്ടിട്ടില്ല, പക്ഷെ അങ്ങനെ പറയുന്നുണ്ട്. പിന്നീട് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഷാനവാസിൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഷാനവാസ് അനുമോളുടെ അടുത്ത് ഇന്റർവ്യൂവിൽ കരയാതെ പിടിച്ചു നിൽക്കും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഷാനവാസ് അത് ചുമ്മാ എടുത്തിട്ടതാ. ഇനി ലക്ഷ്മി പറഞ്ഞിട്ടാണെന്ന് അനുമോൾ പറയുന്നുണ്ട്. ഇനി ലക്ഷ്മി പറഞ്ഞിട്ടാണെങ്കിൽ തന്നെയും ഷാനവാസ് സാധനം എടുത്തിട്ടപ്പോഴത്തേക്കും അനുമോൾ അതേ പിടിച്ച് കയറി എന്നുള്ളതാണ്. ആര് പറഞ്ഞു, എന്തു പറഞ്ഞു, ഞാൻ കരയുന്ന കാര്യത്തിൽ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ, നിലപാടില്ല എന്നൊക്കെ പറഞ്ഞ് ഷാനവാസ് എടുത്തിട്ട് കളിയാക്കുന്നുണ്ട്. അനുമോൾ അതേ പിടിച്ച് തൂങ്ങുന്നുമുണ്ട്. അത് ജസ്റ്റ് അതിൻ്റെ വഴിക്കങ്ങ് വിടേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. അതിനകത്ത് വലിയ സംഭവമൊന്നുമില്ല. പിന്നെ ഈ ഒരു ടിക്കറ്റ് ഫിനാലയുടെ ടാസ്ക് വരികയാണ്. ഈ ടാസ്ക് വരുമ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച കാര്യം, ഈ പസിൽ പരിപാടി വരുമ്പോഴത്തേക്കും ആരിന് ഒരു ഡൗട്ട് അവിടെ വരും. ഈ ഫിസിക്കലി ഉള്ള ആക്ടിവിറ്റീസ് ആണെങ്കിൽ ആരും നന്നായിട്ട് പെർഫോം ചെയ്യും. പക്ഷേ പസിൽ പരിപാടിയൊക്കെ വരുമ്പോഴത്തേക്കും ആരിനൊന്ന് ബ്ലോക്ക് ആവും, ആരിനൊന്ന് കൺഫ്യൂസ്ഡ് ആവും. അങ്ങനെ ആരിന് സംഭവിച്ചിട്ടുണ്ട്. അനീഷ് ആണെങ്കിൽ തന്നെ അനീഷിൻ്റെയും ടാസ്കിലെ പെർഫോമൻസ്, ഇതിനു മുമ്പ് ഫാമിലി വീക്ക് വന്ന സമയത്ത് ഒരു പസിൽ അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോഴത്തേക്കും അനീഷിന് പെട്ടെന്ന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ഇന്നും ഒരു പസിൽ കൊടുത്തപ്പോഴത്തേക്ക് അനീഷിന് പെട്ടെന്നത് ഒന്ന് ബ്ലോക്ക് അടിച്ച് നിന്ന് പോയി. അനീഷിന് എനിക്കൊന്നും ആര്യനാണെങ്കിലും ഇതേപോലത്തെ പരിപാടി അവർക്ക് അത്ര വശമില്ല. പക്ഷെ ആര്യൻ ഇതേ സമയത്ത് ഫിസിക്കലി ഉള്ള രണ്ടാമത്തെ ഒരു ടാസ്ക് വന്നപ്പോഴത്തേക്ക് ആര്യൻ അവിടെ ഏറ്റവും 40 സെക്കൻഡോട് ആര്യനോടെ ജയിച്ചു. അക്ബർ 42 സെക്കൻഡ് എന്തോ എടുത്തു, നെവിൻ 1 മിനിറ്റ്, ആ ഒരു റേഞ്ചിൽ അവരെല്ലാം പൂർത്തിയാക്കുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെയുള്ള ടാസ്ക് വരുമ്പോഴത്തേക്കും ആര്യൻ നന്നായിട്ട് പെർഫോം ചെയ്യും. പക്ഷേ പസിൽ പരിപാടിയൊക്കെ വരുമ്പോഴത്തേക്ക് ആര്യൻ ഒന്ന് പെട്ട് പോകും. അത് എപ്പോഴും ഒരു ഇഷ്യൂ അങ്ങനെ ഉണ്ടാവാറുണ്ട്. പിന്നെ വേറൊരു കാര്യം, ആതിരയുടെയും നൂറയുടെയും ഒരു ടോക്ക് ഉണ്ടായിരുന്നു. അത് എനിക്കിന്ന് കുറച്ചൊരു എന്താ പറയണ്ടേ, വൈ എന്നൊരു തോന്നലുണ്ടായി. ബിക്കോസ് അവർ ഡിസേർവിങ് അല്ല എന്ന് ഇവിടെ ആരും പറയേണ്ട ആവശ്യമൊന്നുമില്ല. ബിഗ് ബോസിനകത്തും പുറത്തും അത് അവർ ഡിസേർവിങ് അല്ലാതെ എന്താണ്, അവർക്കെന്താ, അവർ കപ്പിന് ഡിസേർവിങ് അല്ല എന്നിങ്ങനെ പറയാൻ പറ്റും? അവിടെ ഇപ്പോൾ വരുന്ന എല്ലാ മത്സരാർത്ഥികളും ഡിസേർവിങ് ആണ്, അതുകൊണ്ടാണല്ലോ ബിഗ് ബോസ് അവർ എടുക്കുന്നത്. ഇനി മുന്നോട്ട് പോകുമ്പോഴത്തേക്കും അവരുടെ പെർഫോമൻസ് അനുസരിച്ച് പറയാം. പക്ഷേ ആദിലയും നൂറയും കപ്പടിക്കാനേ പാടില്ല എന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. അവർ സൂപ്പർ ഗെയിമേഴ്സ് ആണെന്ന് ഞാൻ പറയില്ല, അവരുടെ സൂപ്പർ ഗെയിം കളിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അവർ ഡിസേർവിങ് അല്ല എന്ന് ആരൊക്കെയോ അവരുടെ അടുത്ത് പറയുമ്പോൾ അവർക്കത് ഹേർട്ട് ആകുന്നുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും അതൊരു വാലിഡ് പോയിന്റ് ആണ്. ബിക്കോസ് അവർക്കതൊരു ബുദ്ധിമുട്ടാണ്. അവരുടെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾ ഡിസേർവിങ് അല്ലെന്ന് പറയുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് അവരുടെ കമ്മ്യൂണിറ്റിയെ പറ്റി അവർ ചിന്തിക്കും. അവരുടെ മനസ്സിലൊക്കെ അങ്ങനെ തോന്നൽ വരും, ഞങ്ങൾ ലെസ്ബിയൻസ് ആയതുകൊണ്ടാണോ ഡിസേർവിങ് അല്ല എന്നൊരു പറയുന്നൊരു തോന്നൽ അവർക്ക് വരും. അത് അങ്ങനെ പറയാൻ പാടില്ല. അതിന് മുമ്പ് അക്ബറിന്റെ വായിൽ നിന്ന് ഫാമിലി വീക്കിന്റെ സമയത്ത് അതിലൂടെ ഫാമിലിയിൽ നിന്ന് പിന്നെ DHG ആയിരിക്കുമല്ലോ വരുന്നൊരു ഒരു മണ്ടൻ പ്രസ്താവനയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അക്ബർ ഒരിക്കലും പറയാൻ പാടില്ലാത്ത പ്രസ്താവനയൊക്കെ അന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കത് ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് നിങ്ങൾ ഡിസേർവിങ് അല്ല. അപ്പോൾ ആദിൽ ഡിസേർവിങ് അല്ല, നൂറ ഡിസേർവിങ് ആണെന്ന് പറഞ്ഞാലും പിന്നെയും നമുക്ക് പറയാം, ഓക്കെ നൂറ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഗെയിം കളിച്ചു, അല്ലെങ്കിൽ ആദിൽ ഡിസേർവിങ് ആണ് നൂറ ഡിസേർവിങ് അല്ല എന്ന് പറഞ്ഞാലും ഇറ്റ്സ് ഫൈൻ. കാരണം കൂട്ടത്തിൽ ഒരാളെ നമ്മൾ പറയുന്നത്. നിങ്ങൾ ഡിസേർവിങ് അല്ല എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു നല്ല പരിപാടിയായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ആര്യൻ അവിടെ ഒരു സീക്രട്ട് ടാസ്ക് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൽ അനുമോൾ നൂറായിട്ടൊക്കെ ഒരു സീക്രട്ട് ടാസ്ക് വെക്കണമെന്നൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. കൊള്ളാം, നൈസാണ് സംഭവം. എന്തായാലും അങ്ങനെയുള്ള ഒരു എല്ലാവരും കബളിപ്പിച്ചുകൊണ്ട് ബിഗ് ബോസ് കൊടുത്ത ടാസ്ക് അല്ലാണ്ട് വേറൊരു ടാസ്ക് അവർ സ്വമേധി ചെയ്ത് കഴിഞ്ഞാൽ അതൊരു രസമല്ലേ കാണാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ടാസ്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ അവർ തന്നെ സ്വമേധിയ ഒരു സീക്രട്ട് ടാസ്ക് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും പറ്റിച്ചു കഴിഞ്ഞാൽ അതൊരു രസമാണ്. നാളെ ബിഗ് ബോസ് വീണ്ടും ഒരു സീക്രട്ട് ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആരും വിശ്വസിക്കണമെന്നില്ല, കുറേ ഡാറ്റ കൊടുത്തുകൊണ്ട്. പിന്നെ കുറച്ച് ഫൺ പരിപാടീസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പിന്നീട് കണ്ടത്. ഇന്നത്തെ എപ്പിസോഡ് ഇങ്ങനെയാണ്, ഒരു വളരെ കൂളായിട്ട് പോകുന്നൊരു എപ്പിസോഡാണ്. ഇനിയുള്ള എപ്പിസോഡുകളും അങ്ങനെ തന്നെയാണ്, കുറേയൊക്കെ ഒരു കൂൾ പരിപാടിയൊക്കെ ആയിരിക്കും നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്.
അത്ര വലിയ അലമ്പും ബഹളവും ഒന്നും ഇല്ലാണ്ട് സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ പറക്കുന്ന ഒരു ബിഗ് ബോസ് ആയിരിക്കും നമ്മൾ ഇനിയുള്ള ദിവസങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇടി ബഹളം ആകുമെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ടിക്കറ്റ് ഫിനാലെ ആണല്ലോ, മെയിനായിട്ട് ഗെയിമിലായിരിക്കും എല്ലാവരും ഫോക്കസ് ചെയ്യുക. അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റ് ഗെയിമുകൾ പരിപാടീസ് ഒന്നും ഇനി ആർക്കും ഉണ്ടാകത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും കണ്ടറിയാം.